എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡ് ഇന്ന് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വിഷ്ണു രോഗത്തിനെ പോയി അടിക്കുന്നതും സുസ്മിതയ്ക്ക് നന്നായിട്ട് കൊടുക്കുന്നതും അതുപോലെ രാഘവൻ നായരും സത്യഭാമയും എവിടെയും പോകാൻ പറ്റാതെ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ സെക്രട്ടറി തന്നെ വിഷ്ണുവിനെ വിളിക്കുന്നത്, അങ്ങനെ വിഷ്ണു വരാമെന്ന് പറയുന്ന സീനുകളൊക്കെ ആയിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ പിള്ള ശാലിനെ വിളിച്ച് പറയുന്ന കാര്യങ്ങളും ശാലിനി ഇത് കേട്ട് ഞെട്ടുന്നതും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുന്ന വിഷമമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് കടന്നുപോയത്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു സത്യഭാമയുടെ രാഘവനായരുടെ അടുത്തേക്ക് എത്തുന്ന അവനിങ്ങനെ തപ്പി നോക്കുമ്പോഴാണ് അവിടെ അച്ഛനിങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ പൊടിയുകയാണ്. ഭയങ്കര വിഷമത്തോടു കൂടി അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ അച്ഛനോട് പറയുന്നു, വാ എഴുന്നേക്കാൻ പറയുന്നു. അങ്ങനെ പതുക്കെ വാക്കറിൽ പിടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ സത്യഭാമ ചോദിക്കുക എങ്ങോട്ടാന്ന് ചോദിക്കും. അപ്പം വിഷ്ണു പറയും എൻ്റെ കൂടെ വരാനല്ലേ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ സത്യഭാമ പറയും നിൻ്റെ അച്ചു വീട്ടിൽ വരാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോഴും സത്യഭാമയ്ക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. സത്യഭാമ ഭയങ്കര ഇതായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാഘവൻ നായർ പറയും നിൻ്റെ അഹങ്കാരമൊക്കെ ഇനിയെങ്കിലും കളയി സത്യഭാമേ, ഇനിയെങ്കിലും നമ്മുടെ മകൻ പറയുന്നത് കേൾക്ക് എന്നുള്ള ഇത്രയും നാളും നീ തന്നെയല്ല എല്ലാം തീരുമാനിച്ചത് എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അപ്പം വിഷ്ണു പറയുന്നുണ്ട് അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്, അമ്മ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന സീനുകളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ കണ്ണീര് വരുന്ന സീനുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം. പക്ഷേ സത്യഭാമയുടെ അഹങ്കാരം ഓർക്കുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്നുള്ള ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലത്തെ ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അങ്ങനെ അവസാനം വിഷ്ണു പറയുന്നത് എൻ്റെ കൂടെ വരണം എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പം നമ്മുടെ സത്യഭാമ ചോദിക്കും എങ്ങോട്ടാക്കാന്ന് ചോദിക്കും. അപ്പോൾ പറയും ഞാൻ എടുത്ത വാടക വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറയും. അങ്ങനെ ഒരു ഓട്ടോയിൽ സത്യഭാമ ഈ വിഗ്രഹവും ഇതെല്ലാം ആയിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ പറയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ സത്യഭാമ വീടിൻ്റെ അകത്ത് ഈ കൃഷ്ണവിഗ്രഹമൊക്കെ വെക്കുകയാണ്. അങ്ങനെ ഇനി ശാലിനി എടുത്തു കൊടുത്ത വീടാണെന്ന് നമുക്കറിയില്ല. നാളത്തെ എപ്പിസോഡിൽ കറക്റ്റായിട്ട് അറിയുള്ളൂ. പിന്നെ അതുപോലെ അപ്പം അയാളുടെ മകൾ ഇങ്ങനെ ഒരു സ്കൂട്ടിയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പറയുന്നത് ഇതെൻ്റെ മകൾ നൂർജഹാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നൊക്കെയുണ്ട്. വിഷ്ണുവിനെ നേരത്തെ പരിചയമുള്ള അങ്ങനെ ഒരു രീതിയിലാണ് നോക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും ഇങ്ങനെ വിഷ്ണു എടുത്ത് കൊടുത്ത വീടാണല്ലോ എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറിപ്പോകുന്നത്. അങ്ങനെ അവിടെ ഒരു പുതിയ ജീവിതം അവർ തുടങ്ങിയാണ്. ഇനിയെങ്കിലും സത്യഭാമ നല്ല രീതിയിലാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കുറച്ചൊക്കെ രാഘവൻ നായരും മകനൊക്കെ പറയുന്നത് അവർ കേട്ട് മാന്യവും മര്യാദയായി ജീവിക്കുമെന്നും അതുപോലെ ശാലിനിയോടൊക്കെ കുറച്ച് സ്നേഹമൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അവരുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അവർ പെട്ടെന്ന് തന്നെ സ്വഭാവം മാറുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അഹങ്കാരത്തിനും അഹന്തയ്ക്കും ഒരു കുറവും ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും നാളത്തെ എപ്പിസോഡ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.